എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി ചന്തുമോൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാണ്. കൃഷ്ണൻ്റെയും കംസൻ്റെയും ഒക്കെ കഥയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേക്കും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജലജ അങ്ങോട്ട് വരും, നവ്യയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട്. അന്നേരം അയ്യോ അനന്തപുരിയിൽ ഉണ്ണിക്കണ്ണം വന്നല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി മോനെ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ച് ദേവയാനിയുടെ മടിയിലിരിക്കുന്നതുകൊണ്ട് ചന്തു കളിപ്പിക്കാൻ ചെല്ലും കേട്ടോ ചന്തുമോള്. ഇത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. നവ്യയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുകയില്ല. അന്നേരം നവ്യ ദേവയാനിയോട് പറയുന്നുണ്ട്, വലിയമ്മായി കുഞ്ഞിനെ എടുക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എടുത്തില്ലെങ്കിലേ എനിക്ക് പരാതിയുള്ളൂ. പക്ഷേ എൻ്റെ മോനെ എടുത്തുകൊണ്ട് വന്ന് ഇവളുടെ കൂടെ കളിപ്പിക്കരുത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ദേവയാനിയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് എടുക്കുക. എന്നിട്ട് ജലജയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കുഞ്ഞിനെ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. അന്നേരം ജലജ പറയാം, അയ്യോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, നിൻ്റെ അമ്മായി കുഞ്ഞിനെ അവിടെ വന്ന് എടുക്കാറൊന്നും ഇല്ലല്ലോ, അവർക്ക് ചന്തുമോളെ കളിപ്പിക്കാനല്ലേ സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് മടിയിൽ വെച്ച് കൊടുത്തതാണ് എന്ന് പറയുമ്പം നവ്യ പറയുവാണ്, എൻ്റെ മോനെ ഇഷ്ടമുള്ളവർ അവിടെ വന്ന് എടുത്തോളും, അല്ലാതെ ആരുടെയും മടി വെച്ച് കൊണ്ട് കൊടുക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ജലജ ദേവയാനിയോട് പറയുവാണ്, എന്ത് ചെയ്യാം, നവ്യയുടെ സ്വഭാവം ഇങ്ങനെയാണ്, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, നവ്യയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ എനിക്കറിയാം, അത് നിയന്ത്രിക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയല്ലേ എന്ന് ചോദിക്കുമ്പം എന്തിനാ നിയന്ത്രിക്കുന്നത്, അവൾ പറയുന്നതിലും കാര്യമില്ലേ, അത് അവളുടെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞായിരുന്നു എങ്കിൽ ചേച്ചിയും അനിയനും ഒക്കെ ആയിട്ട് അവർ സ്നേഹിച്ച് വളർന്നേനെ, പക്ഷേ ഇതാ അങ്ങനെയല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തുമില്ല, ഇവളെ ഞാൻ അംഗീകരിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. അതിൻ്റെ കൂടെ ജലജയും പറയുന്നുണ്ട്, ഇത് നയനയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ, പിന്നെ അവൾ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അന്നേരം ദേവേന പറയും, ആര് പറഞ്ഞു ഇത് നയനയുടെ കുഞ്ഞല്ലെന്ന്, ഇത് നയനയുടെ ആദർശിൻ്റെയും കുഞ്ഞ് തന്നെയാണ്, അതുപോലെ എൻ്റെ പേരക്കുട്ടി കൂടിയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ, ആദർശധീരനായ സ്വന്തം മോൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ ഇത് എന്ന് പറയുമ്പം ദേവേന പറയുന്നുണ്ട്, അതിനെപ്പറ്റി നീ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഞാൻ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, എനിക്കറിയാം നല്ല ചളിപ്പുണ്ട് ഏട്ടത്തിക്ക്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് എന്നെയും എൻ്റെ മോനെയും കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്നും എനിക്കറിയാമെന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഇവിടെ നന്മയുള്ള കുറച്ച് മനുഷ്യരുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പലതും മനസ്സിലൊതുക്കി കൊണ്ട് നടക്കുന്നത്, അതെല്ലാം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ മോനും നിനക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയുമ്പം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, അവർക്ക് നല്ല വിഷമമുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് അവർ എൻ്റെ തലയിൽ കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ജലജ അങ്ങ് എഴുന്നേറ്റ് പോകും. ജലജ അങ്ങ് പോയി കഴിയുമ്പം ദേവയാനിക്ക് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും ദേവയാനി മോളോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട, ഇങ്ങനെ കുറേ പേര് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ എന്നൊക്കെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ജലജ നേരെ ചെല്ലുന്നത് നവ്യയുടെ റൂമിലേക്കാണ്. എന്നിട്ട് നവ്യയ്ക്ക് കുറച്ച് ഡോസ് കൊടുക്കുവാണ്. നവ്യയോട് പറയുവാണ്, എൻ്റെ മോളെ എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നതാ, പിന്നെ എന്ത് ചെയ്യാനാ, അവർക്കൊന്നും നമ്മുടെ കുഞ്ഞിനെ വേണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് കൈ കൊടുത്തതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനിയിപ്പോൾ അവരാരും എൻ്റെ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്താവുന്ന കാര്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയും, അവന് ഒരു ബ്രാഞ്ച് കൊടുത്തത് വെറുതെ പേരിന് മാത്രമാണ്, അവിടെ നിയന്ത്രിക്കാനും വേറൊരു മാനേജറെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അബിക്ക് കഴിവില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇവിടെ ജീവിക്കണ്ടായിരുന്നു, ഇവിടുന്ന് എങ്ങോട്ടേലും ഇറങ്ങി പോകാമായിരുന്നു എന്ന് പറയുമ്പം ജലജ പറയും, എൻ്റെ നവ്യ നീ അങ്ങനെ പൊട്ടത്തരമൊന്നും കാണിക്കരുത്, ഇവിടുന്ന് നീ ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധികാരം ഇവിടെയുള്ള പലരും പിടിച്ചെടുക്കും, അതിനു വേണ്ടിയാണ് നിൻ്റെ അനിയത്തി കൂടി ഇതൊക്കെ ചെയ്യുന്നത്, ഇവിടെ നിലനിൽക്കേണ്ടത് നീയും അനാമികയും ഒക്കെയാണ്, ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടത് ആദർശൻ്റെ മോളും, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിന് ചെയ്യേണ്ടത് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്, സഹി കെട്ട് കഴിയുമ്പം ആദർശ് വേണമെങ്കിൽ അവളുടെ മോളെയും കൊണ്ട് ഇവിടുന്ന് അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ലമ്മേ, കാരണം ഈ വീടും ഇവിടുത്തെ ജ്വല്ലറികളും എല്ലാം നിയന്ത്രിക്കുന്ന ആദർശേട്ടനല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടാകും, കുടുംബത്തിൽ സ്വൈര്യം ഉണ്ടെങ്കിലല്ലേ ഒരുമിച്ച് ജീവിക്കാൻ പറയുള്ളൂ, അതല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ കുടുംബം ഭാഗം വയ്ക്കും, അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷം കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പോവുകയാണ്. ഇനിയിപ്പം നവ്യ ബാക്കി നോക്കിക്കോളും എന്നുള്ളൊരു ഭാവത്തിൽ.
പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ കാത്തു നിന്ന് അനി നന്ദുവിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നന്ദു ചോദിക്കും, എന്താ അനി ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, നീ SI ഒക്കെ അല്ലേ, നിൻ്റെ കൃത്യനിർവഹണത്തിന് ഞാൻ തടസ്സം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നീ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യേ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിയമം പോലെ എല്ലാം ചെയ്യുള്ളൂ എന്ന് നിനക്കറിയാലോ, പക്ഷേ നിൻ്റെ കാര്യത്തിൽ എനിക്കത് സാധിക്കത്തില്ല. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടണം എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ തോന്നുന്നു എവിടെയെങ്കിലും ദൂരെ പോയാൽ മതിയായിരുന്നെന്ന്. ഇങ്ങനെ നീ എന്നെ ശല്യം ചെയ്യില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ പുറകെ തന്നെ കാണും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം നിനക്കിത് നിർത്താനൊന്നും ഉദ്ദേശമില്ല എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പും അതിനുശേഷം ഒരൊറ്റ പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ പുറകെ ഞാൻ ഇനിയും നടക്കും. അതിപ്പോൾ നിനക്ക് ശല്യമായിട്ട് തോന്നിയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നീ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, നീ വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു വിവാഹ ജീവിതം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമല്ല. കണ്ടവരുടെ പുറകെ കണ്ട ചെറുക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരുത്തിയെ എൻ്റെ തലയിൽ കയറ്റി വയ്ക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അവളും അവളുടെ കുടുംബക്കാരും മൊത്തം ഫ്രോഡാണ്. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു SI അല്ലേ, നിൻ്റെ സ്റ്റേഷൻ പരിധിയിലാണല്ലോ അവളുടെ വീടും, നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക അയാളെക്കുറിച്ച്. അപ്പം നിനക്ക് മനസ്സിലാവും അയാളൊരു പക്ക ഫ്രോഡാണ്. ശരിക്കും അവളും അവളുടെ അച്ഛനും എല്ലാവരും കൂടി ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്ന് പറയുമ്പം നന്ദു പറയും, ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾ നിൻ്റെ ഭാര്യയാണ്, അത് നീ മറന്നു പോകരുത്, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എല്ലാവരും എന്നോട് പറയും. ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അതിന് നീ എന്നെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും വരണ്ട, എനിക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ട്, അതുകൊണ്ട് പോയി ജോലി എടുത്തുകൂടെ എന്നൊക്കെയല്ലേ നീ ചോദിക്കുന്നത്. അതൊന്നും നോക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ വേറെ മാനേജർമാരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ആദർശേട്ടൻ ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് അബിക്ക് കൊടുത്ത പോലെ ഒരു ചെറിയ ജോലി തന്നാൽ മതി എനിക്ക്, അത് തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നെ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ ഞാൻ, ആവശ്യത്തിന് പൈസ എൻ്റെ കാര്യത്തിനുള്ളത് എൻ്റെ കയ്യിൽ കാണും, അത് മതി എന്നൊക്കെ പറയും കേട്ടോ. അന്നേരവും അനിയനെ ഉപദേശിക്കാനാണ് നന്ദു ചെല്ലുന്നത്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അവളും അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ അവളുടെ വീട്ടിൽ കയറി അവരുടെ അച്ഛനെയും അമ്മയും തല്ലിയത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായ കാരണമുണ്ട്. ഞാൻ SI ആകാതിരിക്കാൻ വേണ്ടി ആ ട്രെയിനറെ കൊണ്ട് ആ ദ്രോഹം മൊത്തം ചെയ്യിപ്പിച്ചത് അവളുടെ അച്ഛനാണ്. അവർ രണ്ടുപേരുടെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കൊടുത്തത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഞാനാണ് ഇവിടുത്തെ SI എന്ന് അറിയാതെ രാവിലെ തന്നെ 2 പേരോട് കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി അവിടെ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം ഞാനാണ് SI എന്നറിഞ്ഞപ്പം പരാതി പിൻവലിച്ച് പോയി എന്ന് പറയുമ്പം അതേതായാലും നന്നായി, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും ആവുന്നില്ല എന്ന് പറയും. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഇനിയിപ്പം എന്നെ നീ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കണം, ഇടയ്ക്കൊന്ന് കാണണം എന്ന് പറയുമ്പം കാണണം, ഇതല്ലെങ്കിൽ ശല്യം ചെയ്തുകൊണ്ട് ഞാൻ പുറകെ തന്നെ കാണും, എന്നെ വേണമെങ്കിൽ പിടിച്ച് ജയിലിടുവോ സ്റ്റേഷനിലാക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അനി ബൈക്ക് എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് നന്ദുവും വണ്ടി കയറി പോകും കേട്ടോ. പക്ഷേ ടൗണിലോട്ട് ഇറങ്ങുമ്പം നന്ദുവിൻ്റെ വണ്ടിയുടെ പുറകെ അനി ബൈക്ക് കൊണ്ടുണ്ട്. പിന്നെ നന്ദുവിനൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ അങ്ങ് ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിലോട്ട് എത്തുന്ന നന്ദുവിനെയാണ്. വീട്ടിലെത്തുമ്പോൾ ഇന്ന് പാർട്ടി നടത്തുമല്ലോ, അതിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കനക. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അമ്മ തന്നെ ഉണ്ടാക്കണ്ട, ഞാൻ ഒരാളെ കൂടെ സഹായത്തിന് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ, ഇതിപ്പോൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ, നിൻ്റെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും അല്ലേ ഉള്ളൂ, അവർക്ക് ഞാൻ ഇതിനു മുമ്പും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്താതെ ഇങ്ങോട്ടാക്കിയത് നമ്മുടെ നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ്, അത് കുറച്ച് പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ വിഭവങ്ങൾ വേണം എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത് നീ ഇങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തന്നോളാമെന്ന്. അത് കഴിഞ്ഞ് കനക പറയും, എന്നാലും എനിക്ക് ആകെ വിഷമമാണ്, ആദർശ് ഇതുപോലൊരു ദ്രോഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ ആദർശൻ്റെ ഭാര്യ അമ്മയുടെ മോളായ നയനയാണ്, ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ആദർശേട്ടൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ മൂർത്തി മുത്തശ്ശൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്, ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ദത്തെടുക്കുകയും ആദർശേട്ടനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അവർക്കൂടെ ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, ആ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം പുറത്തായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നാണം
കിടുന്നത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് അവർ ആദർശിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുമ്പം അതൊന്നുമല്ല എന്ന് നന്ദു പറയും. അന്നേരം കനക പറയുന്നുണ്ട്, മോളിപ്പോൾ പോലീസല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മോൾക്ക് കണ്ടുപിടിക്കാവോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഇതുപോലുള്ള ചീള് കേസിൻ്റെ പുറകെ നടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുക. ഇതിനിടയ്ക്ക് കനക പറയുന്നുണ്ട്, ആദർശ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ആദർശിനെ കാണുന്നത് തന്നെ ഞങ്ങൾക്കിപ്പം ഇഷ്ടമല്ല, ആദർശ് വന്നു നിന്ന് കഴിഞ്ഞാൽ ആദർശിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ചിരിക്കാനൊന്നും പറ്റിയല്ല എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് പറയുവാണ്, ചിരിച്ചില്ലെങ്കിലും കുത്തി നോവിക്കാതെ വേണം പറഞ്ഞു വിടാൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അഭിയും നവ്യയാണ് കാണിക്കുന്നത്. പാർട്ടിക്ക് പോകണമല്ലോ, അതിനു മുമ്പ് നവ്യയ്ക്ക് അത്യാവശ്യം ഡോസ് കൊടുത്തു വിടുവാണെങ്കിൽ പാർട്ടിയിൽ വന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ അലമ്പാക്കിക്കോളും, അതിനുള്ള പരിപാടിയാണ് അഭി ചെയ്യുന്നത്. അഭി നവ്യയോട് പറയുവാണ്, എനിക്കൊരു ബ്രാഞ്ച് തന്നൂന്നേ ഉള്ളൂ, പക്ഷേ അവിടെ നിയന്ത്രിക്കാൻ വേറൊരു മാനേജറെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ആദർശിൻ്റെ കുരുട്ടുബുദ്ധിയാണ്, ഞാൻ കഷ്ടപ്പെട്ട് ആ ബ്രാഞ്ച് വളർത്തിക്കൊണ്ട് വന്നാലും അതിൻ്റെ ക്രെഡിറ്റ് ആ മാനേജർക്കേ പോവുള്ളൂ, അപ്പോൾ പിന്നെ എനിക്ക് വേറെ ബ്രാഞ്ചൊന്നും തരേണ്ടി വരികയില്ല, ഈ ഓർണത്തെ തന്നെ ഞാൻ ഒതുങ്ങിക്കോളും, അതിനുവേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം നവ്യ, നമ്മൾ വിചാരിച്ച പോലും ഒന്നും അല്ലല്ലോ ഈ ആദർശേട്ടൻ എന്ന് പറയുവാണ്, അയാളെ എന്നാണ് പറയുന്നത്. അന്നേരം അഭി പറയും, പണ്ട് തൊട്ടേ അവനൊരു കുറുക്കനാണ്, അവനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനിയിപ്പം അങ്ങോട്ട് നമുക്ക് പാർട്ടിക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം നവ്യ പറയും, എൻ്റെ അനിയത്തി അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയല്ലേ, അവിടെ പോയെന്ന് ഓർത്ത് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, അഭി പോയി റെഡി ആയിട്ട് വാ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് മതിയായിരുന്നു, വീട്ടിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് പറയുമ്പം നവ്യ പറയുക, വീട്ടിൽ വെച്ച് നടത്തുന്നത് നന്നായി, അതാകുമ്പോൾ അവരോട് ഉള്ളപ്പം അമ്മേനെയും അച്ഛനെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിക്കാനും പറ്റുമല്ലോ, അതുകൊണ്ട് നീ ഫ്രഷ് ആയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞ് അഭിയെ പറഞ്ഞു വിടുവാണ്. അഭി അങ്ങ് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആശ്വസിപ്പിക്കുന്നതോടെയുണ്ട്, നിൻ്റെ ഈ സത്യസന്ധതയ്ക്കും നല്ല മനസ്സിനും നിനക്ക് തക്കതായ ഒരു ഫലം ഈശ്വരൻ തരും എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഒരുപാട് സന്തോഷത്തോടെ അഭി നവ്യയുടെ കയ്യിൽ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേക്കും ഭയങ്കര സന്തോഷം, നല്ലവനായ ഭർത്താവാണല്ലോ അഭി എന്നോർത്ത് അങ്ങ് പോവുകയാണ് നവ്യ. അന്നേരവും തൻ്റെ ഭാഗം വിജയിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരത്തോടെ നിൽക്കുന്ന അഭിയാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.